മഹാരാഷ്ട്രയിൽ കനത്ത മഴയിൽ പ്രളയഭീതി. സംസ്ഥാനത്തെ മിക്കവാറും നദികളിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. പലയിടത്തും ഡാമുകൾ തുറന്നുവിട്ടു. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർക്ക് മാറി താമസിക്കാനും നിർദ്ദേശമുണ്ട്. മുംബൈ അടക്കമുള്ള നഗരങ്ങളിലെല്ലാം വെള്ളക്കെട്ടും രൂക്ഷമായിട്ടുണ്ട്. കനത്ത മഴ റോഡ്, റെയിൽ, വ്യോമഗതാഗതത്തെ കാര്യമായി ബാധിച്ചു. മഴക്കെടുതിയിൽ ഇതുവരെ 13 പേർക്കാണ് ജീവൻ നഷ്ടമായത്. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, പ്രളയക്കെടുതി വലിയ രീതിയിൽ തന്നെ മഹാരാഷ്ട്രയെ ബാധിക്കുകയാണല്ലേ? രോഹിണി, മഹാരാഷ്ട്രയെ പ്രളയഭീതിയിലാഴ്ത്തി മഴ ശക്തമായി തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ ശക്തമായതോടുകൂടി എല്ലാ ജലസംഭരണികളിലും നിറഞ്ഞു കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയ ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഉജാനി ഡാമിൽ നിന്നും പുറത്തേക്ക് വലിയ തോതിൽ വെള്ളമൊഴുക്കി വിടുന്നുണ്ട്. ഭീമാ നദിയിൽ ജലപ്രവാഹം കൂടി വരുന്ന സാഹചര്യമാണ്. ഏതാണ്ട് 1 ലക്ഷം QX6 കടന്ന് കുതിക്കുകയാണ് ജലനിരപ്പ് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഭരണകൂടം. ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. താഴ്ന്ന പ്രദേശത്തെ ജനങ്ങളോട് നേരത്തെ തന്നെ മാറി താമസിക്കുവാൻ വേണ്ടി സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ഈ കഴിഞ്ഞ കുറേ ദിവസമായി പെയ്യുന്ന ശക്തമായ മഴ റോഡ്, റെയിൽ, വ്യോമ ഗതാഗതത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കാഴ്ചപരിധി വളരെ കുറവായതിനാൽ തന്നെ ഈ മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വരുന്ന വിമാനങ്ങൾ പലതും മറ്റ് ചില സംസ്ഥാനങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. അതേപോലെ തന്നെ മുംബൈയിൽ നിന്നും പറന്നുയരേണ്ട വിമാന സർവീസുകൾ പലതും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. റെയിൽ ഗതാഗതത്തെയും കാര്യമായി മഴ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുംബൈ ജമ്മു പാതയിൽ വെള്ളം കയറിയ സ്ഥിതിയായതുകൊണ്ട് തന്നെ ദീർഘദൂര ട്രെയിനുകൾ വൈകുകയാണ്. അതേപോലെ തന്നെ സബർബൻ ട്രെയിനുകൾ പലതും റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സബർബൻ ട്രാക്കുകളിലൊക്കെ തന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ നാസിക്കിലെ ത്രയംബകേശ്വർ ക്ഷേത്രം ഭക്തർക്ക് താൽക്കാലികമായിട്ട് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവിടേക്ക് ഭക്തർ എത്തരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നാസിക്കിൽ മേഘവിസ്ഫോടനം ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം. അതുകൊണ്ട് തന്നെ ഭക്തരുടെയും അതേപോലെ തന്നെ തീർത്ഥാടകരുടെയും ഒക്കെ തന്നെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് അവിടേക്ക് ഉള്ള പാത പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. മുംബൈയിൽ നിന്നും നാസിക്കിലേക്കും നാസിക്കിൽ നിന്നും മുംബൈയിലേക്കുമുള്ള പാത താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഈ ത്രയംബകേശ്വർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭക്തർക്കാണ് കൂടുതൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ മഴ വരും മണിക്കൂറുകളിൽ പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കഴിവതും പുറത്തിറങ്ങാതെ വീടുകളിൽ തന്നെ തുടരണമെന്നുള്ള നിർദ്ദേശമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ ഇത് കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. NDRFും SDRFും ഈ പ്രളയ മേഖലകളിലൊക്കെ തന്നെ രക്ഷാപ്രവർത്തനവുമായി ഊർജിതമായ രംഗത്തുണ്ട്.